ഇവൻ കുടുങ്ങുമല്ല വേണ്ട, ഇവൻ ശരിക്കും പറഞ്ഞാൽ ചാവുകയാണ് വേണ്ടത്. ഇവന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ കൂടെ അത്രയ്ക്കും ട്രസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് അത്രയ്ക്കും സിൻസിയറായിട്ട് നിന്നേ. ഇവൻ വേറെ ഗേൾ ഫ്രണ്ടായിട്ട് പോയപ്പോഴാണ് ഇവൾ ആ റിലേഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇത്രയും വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടും എല്ലാ ടോർച്ചറും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ്റെ കൂടെ ആരോ ഒരാൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാണ്ട് ഇവള് വാച്ച് അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈപ്പല്ല, വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. വേറെ ഇവൻ്റെ വാച്ചും അല്ല എന്നുള്ളത് ഇതിനകത്ത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ വേറെ ആരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ അത് ആരാന്നുള്ള കാര്യം അത് ഇവൻ പറയണില്ല. ഇവൻ കുറ്റം ഫുള്ളായിട്ട് ഇവൻ എടുക്കണമെങ്കിൽ പോയിട്ട് ജയിലിൽ കിടക്കട്ടെ, അത്ര മാത്രമേ പറയാനുള്ളൂ. ജയിലിൽ കിടക്കുമല്ലോ, ഇവനെ തല്ലിക്കൊള്ളാം. പുറത്ത് സ്റ്റേഷൻ്റെ പുറത്തേക്കും വന്ന് ഇവനെ കൊല്ലാനുള്ള ആരെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നാണ്. ഞങ്ങളെല്ലാവരും അത് ഇവിടുന്ന് എന്താ പറയണ്ട, ഇവിടെ മിസ്സിങ് ആയ ടൈം തൊട്ട് നമ്മൾ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഇവിടുന്ന് ഡൗട്ടുള്ളത് അലന്നെ മാത്രമാണ്. കാരണം അല്ലാണ്ട് നാട്ടിൽ വേറെ ഒരാളെക്കുറിച്ച് ഇവിടെ വന്ന തോരാതെ സംസാരിക്കണതെല്ലാം എന്താ പറയണ്ടേ, നമ്മളടുക്ക് സംസാരിക്കണ ഒരു കുട്ടിയാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മളടുക്ക് വന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് വന്ന് പറയാറുണ്ട്, ചേച്ചി ഇങ്ങനെ ഈ അലൻ വന്നിട്ട് മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തുകയെന്നാണ് പറയാറ്, ടോർച്ചർ ചെയ്യുന്നുണ്ട് വല്ലാണ്ട്, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ അലൻ എന്ന് പറഞ്ഞ കൊച്ചു ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടൈമിൽ എന്താ പറയുക, ഇവിടെ വിളിച്ചിട്ട് കിട്ടാനിട്ട് എൻ്റെ റൂംമേറ്റിൻ്റെ നമ്പറും ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്നേരം എന്നെ വിളിച്ചിട്ട് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് പോയേക്കുമായിരുന്നു. എന്നിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, അക്കു ഇവിടെ ഉണ്ട്, നമ്മൾ അക്കു എന്ന് വിളിക്കണേ. അപ്പോൾ അവളുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവൾ ആ ടൈമിൽ ജിമ്മിലെക്കാനും പോയേക്കുമായിരുന്നു അവൾ. എന്നിട്ട് അവൾ ജിമ്മ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളുടെ റൂമിലേക്കാണ് വരണേ. അപ്പോൾ അന്നേരം പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവൾ തന്നെ അവനെ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാ വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട്. ഇവക്ക് ബാംഗ്ലൂർ വന്നിട്ട് ഒരൊറ്റ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടാണെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന അലൻ ഇവക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോയ് ഫ്രണ്ട് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഉണ്ടായിരുന്നു ചേച്ചി, മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഇവൻ്റെ പേര് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഇവക്ക് ഇവിടെ വന്നിട്ട് ഒരു എക്സ്ട്രാ ഒരു ബോയ് ഫ്രണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇവള് മിസ്സാവണുണ്ട്. ഒരു അരമണിക്കൂർ മുന്നേ നമ്മളുടെ റൂംമേറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരം എല്ലാ കാര്യങ്ങളും നമ്മളടുക്ക് ഷെയർ ചെയ്യണ ഒരു കുട്ടിയാണ്. അപ്പോൾ അത്രയും നേരം അവൻ്റെ കൂടെ പോകണം എന്നുള്ളൊരു പ്ലാൻ്റെ അകത്തേ ഉണ്ടായിരുന്നില്ല ആ കുട്ടിക്ക്. അപ്പോൾ പെട്ടെന്ന് എന്തോ അവൻ പറഞ്ഞിട്ടാണ് അവൾ അന്ന് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. അവളുടെ അമ്മ ഞാൻ പറയാമല്ലോ, ഇവിടുന്ന് നാട്ടിലേക്ക് പോയത് അവിടെ ഉത്സവവും പിന്നെ അവളുടെ ഒരു അനിയൻ്റെ ബർത്ത്ഡേൻ്റെ അല്ല ഫംഗ്ഷൻ്റെ ആ ഒരു ഇതിനകത്ത് പോയതാണ്. അപ്പോൾ അത്രയും നേരം എന്താ പറയണ്ടേ, നമ്മളാണ് ഇവിടുന്ന് കയറ്റി വിട്ടത് നാട്ടിലേക്ക്. അപ്പോൾ ഇവളിപ്പോൾ അങ്ങനെ ഇവനായിട്ട് അലന്ന് പറഞ്ഞല്ലോ, അത് പറയുന്ന ഇവളുടെ എക്സാ. ആ എക്സ് എന്തോ വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവൾ പോയേക്കണത്. ഇവള് മിസ്സാവണതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ ഇവിടുന്ന് റൂംമേറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവളുടെ അമ്മേനെ വിളിച്ചിട്ട് പറയണ്ടേ, അമ്മ ഇതെങ്ങനെ വീടെത്താറായി എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കൊല്ലാനുള്ള രീതിയിലേക്കാണെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടാക്കൂ അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്യില്ല. അവളെന്ന് പറയുമ്പം ഫുള്ളും ഒരു ബോയ്സ് ടൈപ്പായിരുന്നു. കാരണം അവളുടെ ഡ്രസ്സിങ് സെൻസ് ആണെങ്കിലും എല്ലാം അങ്ങനത്തെ ഇതാണ്. അപ്പോൾ അവൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കൊച്ച് ഒരിക്കലും ആ ഒരു കടുങ്കൈ ചെയ്യില്ല.